ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ വീഡിയോ. കഴിഞ്ഞ ദിവസത്തിലെ ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ട്. അപ്പൊ ആ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോ എനിക്കും ആ ഒരു വീഡിയോനെ കുറിച്ച് രണ്ടു വാക്ക് പറയണം തോന്നി. ഏത് വീഡിയോനെ കുറിച്ചൊന്നല്ലേ, റിയാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോനെ കുറിച്ച്. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ കൂടുതലായിട്ട് യൂട്യൂബിലൊക്കെ നോക്കി, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കണ്ട ആ ഒരു വീഡിയോ അതേപോലെ തന്നെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുകയാണ്. അപ്പൊ എന്തായാലും ആ ഒരു അദ്ദേഹം റിയാക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വീഡിയോ എനിക്കൊരു ഹോൾഡ്, എന്റെ ഒരു എന്താ പറയാ, എനിക്ക് അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് ജസ്റ്റ് ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. വൈഫൈ വേണ്ട, മൊബൈൽ ഫോണും വേണ്ട, പിന്നെ പഴത്തൊലി തിരിച്ചു പിടിച്ചിട്ടാണ് ഇത് എടുക്കുന്ന ഈ വീഡിയോ. ലാപ്ടോപ്പും തരല്ലേ, തരാതിരിക്കല്ലേ. അതാ ഞാൻ ചോദിക്കുന്നത്, എന്തൊക്കെ വേണം? ബൈബിൾ മതിയോ? ബൈബിളിലെ എത്രാമത്തെ വചനം വായിച്ചാൽ ഈ റീല് പോസ്റ്റ് ആവും? മൊബൈൽ ഫോൺ ഇല്ലാതെ ഈ വീഡിയോ എങ്ങനെ എടുക്കും? എന്തുവാ പറയുന്നത്? നമുക്ക് ബോധം വേണം, വിവരം വേണം, ബൈബിൾ വേണം, ഖുറാൻ വേണം, രാമായണം വേണം, എല്ലാം വേണം. ബുദ്ധിയും വേണം, അത്യാവശ്യത്തിന് വിവരം വേണം, വിദ്യാഭ്യാസം വേണം, മൊബൈലും വേണം. ബൈബിൾ എടുത്ത് വെച്ച് കുത്തി കഴിഞ്ഞാൽ ഫിക്കിന് ഫുഡ് വരുമോ? ഇല്ല. ഇതാ കണ്ടില്ല, ഇതാണ് വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരിക്കുന്ന ആളെ നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇദ്ദേഹത്തിന്റെ വീഡിയോ മറ്റു വീഡിയോസ് ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം കുറച്ച് വൾഗർ ആയിട്ടുള്ള ടോക്കൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം റിയാക്ട് ചെയ്യാൻ എടുത്തിരിക്കുന്ന വീഡിയോ, ആ ഒരു വീഡിയോനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ അത് ഒരു എന്താ പറയാ, ഒരു ക്രിസ്ത്യൻ റിലീജിയനുമായിട്ട് ജസ്റ്റ് ഒരു റിലേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൽ പറയുന്ന ആ ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈല് അത് വേണ്ട, ലാപ്ടോപ്പ് വേണ്ട, അതേപോലെയുള്ള നൂതന സാങ്കേതിക വിദ്യയിലുള്ള പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇന്നത്തെ തലമുറയിലെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിന് പകരമായിട്ട് നമുക്ക് ബൈബിളാണ് വേണ്ടത് എന്നാണ്. ശരിക്കും ബൈബിള് നമുക്ക് വേണം, വേണ്ടാന്നല്ല. പക്ഷെ ഈ ഒരു ലോകത്തില് ജീവിക്കണമെങ്കിൽ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മേഖലയിലും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും. ഇതൊന്നും ഇല്ലായെങ്കിൽ ഈ ലോകം തന്നെ നിശ്ചലമായി പോകും. അതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രസന്റ് ആയിട്ടുള്ള ലോകത്തിന്റെ അവസ്ഥ. അപ്പൊ നമുക്ക് ബൈബിള് എല്ലാ കാലത്തും വേണം, വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷെ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു നമ്മുടെ ഒരു ഓൾഡ് വേഷൻ ഞാൻ പറയാം. ഒരു 90s ആയിട്ടുള്ള ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടം, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിക്ക് വരുന്ന സമയത്തില് പെന്തക്കോസ് അല്ലെങ്കിൽ സുവിശേഷ ഭയങ്കരമായിട്ട് ആത്മീയതയായിട്ടുള്ള ആളുകൾ, ഇവരുടെ ഒന്നും വീടുകളിൽ ടി വി കാണാനേ പാടില്ല, അല്ലെങ്കിൽ ടി വി മേടിക്കാനേ പാടില്ല. ചുരുക്കം പറഞ്ഞാല് ടി വി ചെകുത്താന്റെ പെട്ടി എന്നുള്ള രീതിക്കാണ് അത് അറിയപ്പെട്ടത് തന്നെ. അപ്പൊ ഒരുത്തൻ ടി വി കണ്ടാൽ തന്നെ അവന്റെ പേര് വള്ളി പറഞ്ഞ് അവനെ പിടിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ വളരെ എന്താ പറയാ, അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ ആ ഒരു ടി വി പിന്നീട് സുവിശേഷ മഹായോഗങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനകളും അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ പേരിലുള്ള പ്രയർ മീറ്റിങ്ങുകളും പ്രസംഗങ്ങളും എല്ലാം കാണിക്കുന്ന ഒരു സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചാനലുകൾ കാണിക്കുന്ന ഒരു മാധ്യമമായിട്ട് ടി വി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പം അന്ന് വേണ്ട എന്ന് പറഞ്ഞതും ഇന്ന് വേണ്ട എന്ന് ഈ ഒരു വീഡിയോസിൽ പറയുന്നത് ഉപകരണങ്ങളല്ല. എന്ന് വെച്ചാൽ മൊബൈല്, ലാപ്ടോപ്പ്, ടി വി ഒന്നും അല്ല. ഇവർ ഉദ്ദേശിച്ചത് അതിലുള്ള പ്രോഗ്രാംസ് ആണ്. ഇപ്പൊ ഇതിൽ വരുന്ന പ്രോഗ്രാംസിൽ നല്ലത് വേണോ ചീത്തത് വേണോ, അല്ലെങ്കിൽ നമുക്ക് അറിവുള്ള കാര്യങ്ങൾ വേണോ, അറിവ് നമ്മളിൽ നിന്ന് നശിപ്പിക്കുന്ന കാര്യങ്ങൾ വേണോ, വൾഗറായിട്ടുള്ള കാര്യങ്ങൾ വേണോ, അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ വേണോ, ഇതൊക്കെ എല്ലാം ഇതിനകത്തുണ്ട്. ഇതിൽ ഏത് പ്രോഗ്രാംസ് ആണ് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത്, അതാണ് അവർ ശരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞപ്പോ മൊത്തത്തിൽ അടപടല്ലേ, ആ ഉപകരണങ്ങൾ മൊത്തത്തിൽ വേണ്ടെന്നായി. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയില് അദ്ദേഹം ഈ ഒരു കുട്ടികൾ ചെയ്തിരിക്കുന്ന വീഡിയോനെ ട്രോളുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെലക്ഷനാണ്. അത് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിപ്പം ഇത് ഈ പറയുന്ന ഒരാൾ വഴി തെറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ
നമുക്ക് ഒക്കെ അറിയാം, ഈ ഒരു ടിവിയോ ലാപ്ടോപ്പോ മൊബൈലൊക്കെ വരാത്ത കാലഘട്ടം പണ്ട് മുതലേ ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള സ്പർദ്ധയും അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നിരിക്കുന്ന കാലഘട്ടം ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടമായി. അപ്പോ ഈ പറയുന്ന ഒരാൾ വഴി തെറ്റുന്നതിന് വേണ്ടി കാരണമാകുന്നത് ഈ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് എന്നുള്ള ആ ഒരു സന്ദേശത്തിന് പകരം സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്, അതിലാണ് കാര്യം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാംസ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് എനിക്ക് ഒരു കാര്യം പറയണമെന്ന് തോന്നി. അപ്പൊ ആ ഒരു കുട്ടികൾ നല്ല കാര്യത്തിനാണ് ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ ആരും മച്ചാൻ കയറി ട്രോളുന്നത് കണ്ട്, അപ്പൊ ആ ട്രോളുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയ ഒരു വീഡിയോ ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും